ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് കൗമാരക്കാർക്കിടയിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതിനുള്ള സൊല്യൂഷൻ, ഏതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആ പ്രായത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരു 8 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് ആദ്യ ആർത്തവമായി തുടങ്ങുന്നുണ്ട്. അത് ഒരു പരിധിയിൽ കൂടുതൽ അവർ ശാരീരികവും മാനസികവുമായി പ്രിപ്പയർ ആവാത്ത സമയത്ത് തന്നെ അവർ പ്രായപൂർത്തിയിലേക്ക് അടുക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ആ പ്രായത്തിൽ വരുന്ന ഒരുപാട് ഹോർമോൺ മാറ്റം കൊണ്ടും ശരീരത്തിന് വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും അത് എങ്ങനെയാണ് ആ ഒരു പ്രായത്തെ ഡീല് ചെയ്യേണ്ടത് എന്നറിയാതെ, ആരോടൊക്കെയാണ് തന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയേണ്ടത് എന്നറിയാതെ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടാറുണ്ട്. ഒന്ന് കുടുംബാംഗങ്ങൾക്കും 2 ടീച്ചേഴ്സിനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ സഹായിക്കാനാകും. പ്രധാനമായും ശാരീരികമായി വരുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മെൻസ്ട്രുവൽ പ്രോബ്ലം തന്നെയാണ്. നമുക്കറിയാം, ആദ്യ ആർത്തവം മുതൽ എങ്ങനെയാണ് പീരീഡ്സിനെ ലൈഫിലേക്ക് സ്വീകരിക്കേണ്ടതെന്നും എങ്ങനെയാണ് പീരീഡ്സുമായിട്ട് സംബന്ധിച്ച ആർത്തവവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ കൈകാര്യം ചെയ്യേണ്ടതെന്നും പലപ്പോഴും കുടുംബാംഗങ്ങൾക്കും പെൺകുട്ടികൾക്കും അറിയാതെ പോകാറുണ്ട്. പ്രധാനമായും വരുന്ന പ്രശ്നങ്ങൾ ഇറഗുലർ പീരീഡ്സ്, അതായത് ക്രമം തെറ്റിയുള്ള ആർത്തവം. ചില കുട്ടികൾക്ക് മാസം തോറും 1-2 ആർത്തവം വരുന്നവരുണ്ട്. അതുപോലെ 2-3 മാസം കൂടുമ്പോൾ പോലും നെക്സ്റ്റ് ആർത്തവം വരാതെ വളരെ ഡിലേഡ് ആയിട്ട് വളരെ താമസിച്ചുള്ള ആർത്തവം. അതേപോലെ വളരെ കൂടിയ രീതിയിലുള്ള രക്തനഷ്ടം ഉണ്ടാവുക, അതായത് 7 ദിവസം 10 ദിവസത്തിലൊക്കെ നീണ്ടു നിൽക്കുക. അതേപോലെ വളരെ കുറഞ്ഞ ബ്ലീഡിങ്, 1-2 ദിവസം ചെറിയ രീതിയിൽ അടയാളങ്ങൾ മാത്രം കാണിച്ച് വളരെ കുറഞ്ഞ രീതിയിൽ നിൽക്കുന്ന ആർത്തവം. ഇത്തരത്തില് ആർത്തവത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ പല തരത്തിൽ പെൺകുട്ടികൾക്ക് അനുഭവപ്പെടാം. രണ്ടാമത് പെയിൻഫുൾ പീരീഡ്സ്, ഡിസ്മെനോറിയ എന്ന് നമ്മൾ പറയും. ആർത്തവത്തോടനുബന്ധിച്ച് വരുന്ന വേദന. ഒരു 70% കുട്ടികളും വയറുവേദന പല ഗ്രേഡിൽ അനുഭവിക്കാറുണ്ട്. ചിലർക്ക് വളരെ ശക്തമായ വേദന വരികയും ചിലർക്ക് സഹിക്കാൻ പറ്റാവുന്ന വേദന വരികയും. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു സിംറ്റമായിട്ട്, സാധാരണ എല്ലാവരും അനുഭവിക്കുന്ന ഒന്നായിട്ട് പലപ്പോഴും തള്ളിക്കളയാറാണ് പതിവ്. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ചോ ആ 1-2 ദിവസം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ വരുന്ന ആർത്തവ വേദനയ്ക്ക് കാരണങ്ങൾ പലതാണ്. ഡീഹൈഡ്രേഷൻ മുതൽ അമിതമായ രക്തക്കുറവ് തുടങ്ങിയ മാനസികമായ സ്ട്രെസ് പോലും ആർത്തവ വേദന അമിതമാവാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിലധികം വേദന അനുഭവിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഭാവിയിൽ വരാവുന്ന പല തരത്തിലുള്ള രോഗങ്ങളുടെയും തുടക്കവുമായിരിക്കാം അമിതമായ ആർത്തവ വേദന. അതുപോലെ ചുരുക്കം കുട്ടികൾക്കെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ 15 വയസ്സിൽ 16 വയസ്സിൽ തന്നെ ഓവറിയിലും യൂട്രസിലും ഉണ്ടാകുന്ന പലതരം സിസ്റ്റുകൾ, പലതരം ചേഞ്ചസ് കൊണ്ടും ആർത്തവവേദന ഉണ്ടാകാം. അത് വളരെ ചെറിയ ശതമാനമാണെങ്കിലും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകരുത്. പെയിൻ കില്ലർ കഴിച്ചും എങ്ങനെയെങ്കിലും ആ ദിവസങ്ങൾ കടന്നു പോകാൻ അനുവദിക്കാതെ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുക. കൃത്യമായിട്ടുള്ള രക്തം പരിശോധനയിലൂടെയെല്ലാം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേദന കൂടുന്നതെന്ന് അനുമാനിക്കാനും അതിനുള്ള കൃത്യമായ പരിഹാരം ചെയ്യാനും സാധിക്കും. ആയുർവേദത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള പരിഹാരം ആർത്തവവേദനയ്ക്ക് നമുക്ക് 100% തന്നെ ആർത്തവവേദന പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെഡിസിൻസും എല്ലാം ആയുർവേദത്തിലും അവൈലബിൾ ആണ്. മൂന്നാമത് പ്രീമെൻസ്ട്രുവൽ സിൻഡ്രോം, PMS എന്ന് പറയുന്ന, നമ്മൾ സാധാരണ ആർത്തവത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വരുന്ന മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ PMS എന്ന് പറയാറ്. അപ്പം ഇതും കുട്ടിയുടെ ഒരു ജീവിത സാഹചര്യവും കുട്ടികളുടെ ഒരു അക്കാദമിക് പ്രഷറും എല്ലാം ഇത്തരത്തിലുള്ള ആർത്തവ സംബന്ധമായ മാനസിക പ്രശ്നങ്ങൾ കൂടാനും കുറയാനും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പരിഗണന, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം എല്ലാം കുട്ടികളെ ഈ ഒരു അവസ്ഥ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ, ഈ അവസ്ഥ തരണം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതുപോലെ കുട്ടികളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഒരുപാട് സ്കിൻ ഇഷ്യൂസ്, അതായത് മുഖക്കുരു പോലെ
വളരെ സ്കിൻ സെൻസിറ്റീവ് ആവുന്ന ഒരു പ്രായം കൂടിയാണ് കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ. മുഖക്കുരു വരിക, പലതരത്തിലുള്ള ഡ്രൈനെസ്, പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചിനനുസരിച്ച് സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയേക്കാം. അപ്പോൾ ഇതെല്ലാം കുട്ടികളെ ഒരു പരിധിയിൽ കൂടുതൽ ടെൻഷനിലാക്കുന്ന ഒരു ഘടകമാണ്. ഇതിനും പലതരത്തിലുള്ള സ്കിന്നിൻ്റെ ഹെൽത്തിനാണെങ്കിലും നമ്മൾ ശരിയായ ഭക്ഷണവും ശരിയായ വ്യായാമവും ഒക്കെ തന്നെയാണ് പ്രാധാന്യമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ സമയത്ത് കഴിക്കുന്ന വെള്ളം കുടിക്കുന്നതിന്, കഴിക്കുന്ന ഭക്ഷണത്തിനെല്ലാം സ്കിൻ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹോർമോൺ സംബന്ധമായ മുഖക്കുരു ഒക്കെ വരുന്നതിനും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കുട്ടികൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിക്കും. അത് കണ്ടുപിടിച്ച് കൊടുക്കണം. കാരണം ഇത്തരത്തിലുള്ള സ്കിൻ പ്രോബ്ലം, കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആകുന്ന ആ പ്രായത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയും ഒരു ആത്മവിശ്വാസ കുറവിനെയും കുട്ടികൾ എല്ലാ കാര്യത്തിലും പുറകോട്ട് പോകാനും ഒക്കെ ഇടയാക്കും. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും വളരെ ലളിതവൽക്കരിച്ച് ഒട്ടും പ്രാധാന്യമില്ലാതെ വിട്ടുകളയേണ്ട സംഭവങ്ങളല്ല. മൂന്നാമത് വെയിറ്റ് ഇഷ്യൂസ്, അതായത് അമിതമായ മെലിച്ചിൽ, അമിതവണ്ണം വെക്കുക. ഇത് രണ്ടും കുട്ടികളെ പ്രശ്നത്തിലാക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സും കുട്ടികൾക്ക് കാണാം. അതായത് തീരെ ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആണെങ്കിലും കുട്ടികൾ ഒരുപാട് വിവരങ്ങൾ കുട്ടികൾക്ക് ശരിയോ തെറ്റോ എന്നറിയാതെ കുട്ടികളുടെ കയ്യിലുള്ളത് കാരണം ചോറ് തിന്നാൻ പേടി, ഭക്ഷണം കഴിക്കാൻ പേടി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഛർദ്ദിച്ച് കളയുക, തടി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിൽ ഒരുപാട് ഡയറ്റ് കാര്യങ്ങളെല്ലാം കുട്ടികൾ പരീക്ഷിക്കുന്നത് ഒരു മാനസിക പ്രശ്നമായിട്ട് തന്നെ വരാറുണ്ട്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കുട്ടിയുടെ വീട്ടുകാർ പോലും അറിയാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം മനസ്സിലേക്ക് കയറുന്ന ഈ പ്രായത്തിൽ അമിതമായി തടി വെച്ചാൽ വളരെ വികൃതമായ രൂപമാണെന്നും തീരെ മെലിഞ്ഞാൽ വികൃതമാണെന്നും ഒക്കെയുള്ള ആ ഒരു ബോഡി ഇമേജ് കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ്, അത് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, തൈറോയ്ഡ് പ്രോബ്ലം പോലെയുള്ള ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളും കുട്ടികളെ ഇത്തരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ആർത്തവത്തിൽ വരുന്ന തടസ്സങ്ങൾ, അമിതവണ്ണം വെക്കുക, മൂഡ് സ്വിങ്സ്, പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ്, ഉറക്കമില്ലായ്മ, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പം ഇതെല്ലാം അമിതമായി കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുകയും കൃത്യമായ പരിഹാരം വളരെ ചെറിയ പ്രായത്തിൽ ഇതിനെയൊക്കെ ചികിത്സിക്കുകയാണെങ്കിൽ വളരെ ചെറിയ പലതരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികളും ഈ പ്രായത്തിൽ കുട്ടികളുടെ ബാധിക്കാറുണ്ട്. പ്രധാനമായും കണ്ടുവരുന്നത് അയൺ ഡെഫിഷ്യൻസി, അനീമിയ. നമ്മൾ രക്തക്കുറവ് എന്ന് പറയുന്ന അനീമിയ ഇന്ന് എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും 60 മുതൽ 70% വരെ കുട്ടികൾക്ക് അനീമിയ ഉണ്ടെന്നുള്ളതാണ്. ഈ അനീമിയ ഒന്നുകൊണ്ട് മാത്രം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വരാം. ആർത്തവത്തിന് വരുന്ന പ്രശ്നങ്ങൾ, ആർത്തവ വേദന, മൈഗ്രെയിൻ, സ്കിൻ പ്രോബ്ലം, ഇതെല്ലാം ഉണ്ടാക്കാൻ രക്തക്കുറവ് എന്നുള്ളൊരു കാര്യത്തിന് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇരുമ്പ് സത്തടങ്ങിയ ഭക്ഷണങ്ങളുടെ പ്രാധാന്യം, പച്ചക്കറികൾ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇത്തരത്തിലുള്ള ഭക്ഷണത്തിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം സ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ കാൽസ്യം ആൻഡ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി കൊണ്ട് കുട്ടികൾക്ക് പലതരത്തിലുള്ള ശരീരവേദനകൾ കാണാറുണ്ട്. അത് ഭക്ഷണത്തിൽ വരുന്ന പോരായ്മകൾ കൊണ്ടും കാൽസ്യം റിച്ച് ആയിട്ടുള്ള പാല്, മോര് കാര്യങ്ങൾ, മുത്താറി പോലെയുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചാൽ തന്നെ നമുക്കൊരു പരിധിയിൽ കൂടുതലുള്ള കാൽസ്യം ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ കൃത്യമായിട്ട് വെയിൽ കൊള്ളാനും എല്ലാം കുട്ടികളെ ശീലിപ്പിക്കുക. അതുപോലെ ഭക്ഷണത്തിൽ വരുന്ന ഇത്തരം തകരാറുകൾ, ഭക്ഷണത്തിൽ വരുന്ന പോരായ്മകൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനും അതുവഴി ഒരുപാട് അസുഖങ്ങൾ, അടിക്കടി അസുഖബാധിതരാവാനും, അലർജി പോലെയുള്ള സിംറ്റംസ് നീണ്ടു നിൽക്കാനും, അമിതമായ ക്ഷീണം തോന്നാനും എല്ലാം കാരണമാകും. പലതരത്തിലുള്ള ശാരീരിക വേദനകൾ ഈ പ്രായത്തിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അത് മിക്കവാറും ഇത്തരത്തിലുള്ള പലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് മസിൽ പെയിൻ വരുന്നതാവാം. കൈകാൽ വേദന, പുറം വേദന, തുടർച്ചയായിട്ട് ഇരുത്തം, ശരിയല്ലാത്ത ഇരുത്തം മൂലം സ്ഥിരമായ പുറം വേദന അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരക്കാരിൽ കൃത്യമായുള്ള കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കുക, കൃത്യമായിട്ടുള്ള പോസ്ചർ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, വളരെ ഭാരം കൂടിയ സ്കൂൾ ബാഗുകൾ ഒഴിവാക്കുക എന്നെല്ലാം നമുക്ക് പലതരത്തിൽ അതിനെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ വജൈനൽ ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള വെള്ളപ്പോക്ക് കാര്യങ്ങൾ, അടിവയറ് വേദന, മൂത്രത്തിൽ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളും കുട്ടികളെ ചെറുതല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ഡെവലപ്മെന്റിനെ പറ്റിയുള്ള പലതരത്തിലുള്ള ആശങ്കകൾ, അതായത് പലർക്കും ഒരു ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരുന്ന ഒരു പ്രായത്തിൽ ബ്രസ്റ്റിൽ വേദന, ചെറിയ കുരുക്കൾ പോലെ ഫീൽ ചെയ്യുക, തടിപ്പ്, വേദനയുള്ള തടിപ്പ് ഫീൽ ചെയ്യുക, ഇതെല്ലാം സാധാരണമായിട്ടുള്ള സിംറ്റം ആണെന്നും വേറൊരു അസുഖത്തിലേക്ക് നയിക്കുന്ന ഒന്നല്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കുക. വളരെ കൃത്യമായിട്ടുള്ള സിംറ്റം, വളരെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ചെയ്ത് കുട്ടികളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതും കുട്ടികളുടെ ആത്മവിശ്വാസം നമുക്ക് നിലനിർത്താൻ വളരെ ആവശ്യമാണ്. ഉറക്കം
ഉറക്കം കൗമാരപ്രായത്തിൽ ഒരുപാട് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഉറക്കം. അതായത് സ്ലീപ്പ് പാറ്റേൺസ് തന്നെ വളരെ വ്യത്യാസം വരുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു ഹോർമോണൽ ബാലൻസിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറാറുണ്ട്. പലപ്പോഴും വളരെ വൈകിയുള്ള ഉറക്കം, വളരെ താമസിച്ച് എഴുന്നേൽക്കുക, 10 മണി 11 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഹോർമോണൽ സ്റ്റാറ്റസിനെ മാറ്റുന്നുണ്ടെന്നും അതൊരു അനേക വർഷങ്ങൾ തുടരുന്നത് മൂലം പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസ് അവർക്ക് ഭാവിയിൽ ഉണ്ടാവാമെന്നും കൃത്യമായിട്ടുള്ളൊരു ബോധം കുട്ടികൾക്ക് വരണം. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൗമാരപ്രായത്തിൽ. ഇറഗുലർ സ്ലീപ്പ് പാറ്റേൺസ് കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും കുട്ടികൾക്ക് തുടർച്ചയായ മൈഗ്രെയിൻ, തലവേദന ഇതെല്ലാം വരാറുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് കണ്ണിന്റെ ആരോഗ്യം. അമിതമായ മൊബൈൽ ഫോൺ, അമിതമായിട്ടുള്ള സ്ക്രീൻ ടൈം കൂടുന്നത് മൂലം കുഞ്ഞുങ്ങളുടെ കണ്ണിന് ഒരുപാട് കാഴ്ച പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതിനെപ്പറ്റിയും കൃത്യമായിട്ടുള്ളൊരു അവബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ഈ പ്രായത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൃത്യമായ വ്യായാമം. അത് തടിച്ചിരുന്നാലും തടിയുണ്ടെങ്കിലും മെലിഞ്ഞിരുന്നാലും എല്ലാം കൃത്യമായ വ്യായാമം എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു പരിധി കൂടുതൽ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും കുട്ടികളെ സഹായിക്കും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ വ്യായാമത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലേക്ക് കൊണ്ടുവരാനും ഡാൻസിങ്, യോഗ, ബാഡ്മിൻ്റൺ പോലെയുള്ള ഏത് തരത്തിലുള്ള ശരീര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള ശാരീരിക മാനസിക ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമുക്കറിയാം കൗമാരം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതായത് ആ സമയത്ത് വരുന്ന പലതരത്തിലുള്ള മൂല്യബോധങ്ങളും ചിന്താഗതികളും ഒക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിനെ പറ്റിയും മനസ്സിനെ പറ്റിയും വൈകാരികമായ പ്രശ്നങ്ങളെ പറ്റിയുമുള്ള കൃത്യമായ അറിവും കൃത്യമായ മാനേജ്മെന്റും വളരെ കൃത്യമായ എക്സ്പേർട്സിൽ നിന്ന് കൃത്യമായ വിവരം കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കടമയാണ്. പ്രോപ്പർ ന്യൂട്രീഷനെ പറ്റിയും പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയെ പറ്റിയും കൃത്യമായ ഉറക്കത്തെ പറ്റിയും നമ്മൾ വൈകാരികമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള കൗമാര പ്രശ്നങ്ങളെ ഡീൽ ചെയ്യേണ്ടതിനെ പറ്റിയും ഒക്കെ കുട്ടികളെ സഹായിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് മൂലം തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. തന്മയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് കൗമാരക്കാർക്കിടയിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെ പറ്റിയുമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.